ഇപ്പം ഹമാസിനെ പിന്തുണയ്ക്കുന്ന ഒരു കൂട്ടരുണ്ട് കേരളത്തിൽ. അത് റിഫ്ലക്റ്റ് ചെയ്തില്ല, റിഫ്ലക്റ്റ് ചെയ്യും. ഗ്ലോബൽ ടെററിസം റിഫ്ലക്റ്റ് ചെയ്യും. ഡൽഹിയിലുണ്ടായ സ്ഫോടനം റിഫ്ലക്റ്റ് ചെയ്യും. ബീഹാർ ഇലക്ഷൻ റിഫ്ലക്റ്റ് ചെയ്യും. ഇതൊക്കെ തെറ്റായ ധാരണയെ റിഫ്ലക്റ്റ് ചെയ്യത്തില്ല, അത് റിഫ്ലക്റ്റ് ചെയ്യും. ഗ്ലോബലായിട്ടുള്ള ടെററിസം, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന വലിയൊരു സമൂഹമുണ്ട് കേരളത്തിൽ. അവർക്കിത് ഭയമാണ് ബേസിക്കലി ഈ കാണുന്നത്. ഇതിനെയൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടി ഈ പറയുന്ന കോൺഗ്രസിൻ്റെ കയ്യിൽ ഇതൊന്നുമില്ല. കാരണം കോൺഗ്രസ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നേരത്തെ ഇലക്ഷൻ ഉണ്ടായി 10 വർഷം മുമ്പ് ഉമ്മൻചാണ്ടിയുടെ സർക്കാർ അധികാരത്തിലിരുന്നതിനെ അങ്ങ് കുളവാക്കി. എല്ലാം ഭരിക്കുന്നതും തീരുമാനിക്കുന്നതും മുഴുവനും ആരാണ്? ഈ പറയുന്ന മുസ്ലിം ലീഗാണ്. കാരണം പ്രധാനപ്പെട്ട 5 മിനിസ്റ്ററി അവരുടെ കയ്യിലാണ്. അവർക്കിഷ്ടമുള്ളവർക്ക് മാത്രം, അതുമായിട്ട് ബന്ധപ്പെട്ട ഗവൺമെൻറ് കോൺട്രാക്റ്റുകളും അത് അപ്പോയിൻമെൻറ്റ് മുഴുവൻ അവർക്കിഷ്ടമുള്ളവർക്ക് മാത്രമേ കൊടുക്കൂ. അറബിക് അധ്യാപകരും മദ്രസ അധ്യാപകരൊക്കെയാണ് മന്ത്രിമാരുടെ സ്പെഷ്യൽ സെക്രട്ടറി ആയിട്ട് OSD ആയിട്ടൊക്കെ വന്നേക്കുന്നേ. ഇത് യാഥാർത്ഥ്യമാണ് ഈ സംഭവം. ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടി മാത്രമാണ് UDF അധികാരത്തിൽ വരുന്നത്. കോൺഗ്രസ് കംപ്ലീറ്റ് സറണ്ടറായി. അവരുടെ പിന്തുണ ഇല്ലെങ്കിൽ UDFന് അധികാരത്തിൽ വരാൻ പറ്റത്തില്ല. അതായത് കോൺഗ്രസ് എന്ന പാർട്ടി പലയിടത്തും, അതായത് നമ്മളിപ്പം ട്രാവൻകൂർ നോക്കുവാണെങ്കിലും സെൻട്രൽ ട്രാവൻകൂർ നോക്കുവാണെങ്കിലും അവിടെ അവർക്ക് സംഘടനാ ശേഷിയില്ല.